അർജുനെ കണ്ടെത്തിയെങ്കിലും ഷിരൂരിൽ ശേഷിച്ച രണ്ടുപേർക്കായി ഇപ്പോഴും ഗംഗാവലി പുഴയിൽ ദൗത്യം തുടരുകയാണ്. തൻ്റെ പിതാവിന് എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം തേടി കാണാതായ ജഗന്നാഥിൻ്റെ പെൺമക്കൾ ഇപ്പോഴും ഗംഗാവലി പുഴയ്ക്കരികിൽ കാത്തിരിക്കുകയാണ്. മൃതദേഹം കണ്ടെത്താനാകാത്തതിൽ സർക്കാരിൻ്റെ സാമ്പത്തിക സഹായം അടക്കം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണെന്ന് ഈ കുടുംബം പറയുന്നു. ശ്രീനാഥ് ചന്ദ്രൻ ഷിരൂരിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് 24 എക്സ്ക്ലൂസീവ്. ഏതാണ്ട് ശാന്തമായി നിൽക്കുന്ന ഗംഗാവലി തീരത്ത് എല്ലാ ദിവസവും കാണാറുള്ള രണ്ട് മുഖങ്ങൾ ഇന്നുമുണ്ട്. അത് അർജുനൊപ്പം ഈ ദുരന്തത്തിൽ കാണാതായ രണ്ടുപേരിൽ ഒരാളായ ജഗന്നാഥിൻ്റെ രണ്ട് പെൺമക്കളാണ്. ഇന്നും ഇവിടെ ഡ്രഡ്ജിങ് നടക്കുന്നുണ്ട്. 3 ദിവസം കൂടി ഡ്രഡ്ജിങ് നടക്കും. ജഗന്നാഥിനെയും ലോകേഷിനെയും കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുമോ എന്നറിയാനാണ് ഇപ്പോഴും ഡ്രഡ്ജിങ് ഇങ്ങനെ നടക്കുന്നത്. എല്ലാ ദിവസവും ഗംഗാവലിയുടെ തീരത്ത് ഈ രണ്ട് പെൺമക്കളെ കാണാൻ കഴിയുന്നതാണ്. ഇന്നും അവരിവിടെയുണ്ട്. അവരോട് നമുക്കൊന്ന് സംസാരിക്കാം. तो हर दिन आप इधर आता है, आज भी आ रहे, अभी भी होपफुल है आप? Yes sir. Arjun brothers body that got no like that our fathers any identity or anything will get. Really hope will get anything. मामा और उनका वाइफ कितने लोग मर गए आपको फैमिली में? ये including my father 5 members. 5 members. My rest of the body mommy and their children, one daughter and one son. Today Karnataka government handed over 5 lakh rupees aid to Arjun's family. Did you get any aid from the government? Without getting any identity or any proof, will not get anything. Death certificate also will not get. They want proof or any identity. Otherwise they will not. 7 years we should wait. Is anybody helping you? What is your family background? My father is our family financial backbone, sir. Now we are only going. How much he was earning per day? Per day 300 rupees, sir. Just 300 rupees? Yes, sir. And who all are there in your family? Me, my sister and my mother and my one sister married. We are requesting minister to do permanent, that job only we want permanent one. ഇവരുടെ കുടുംബത്തിൽ വലിയൊരു ദുരന്തമാണ്, ഒരുപക്ഷെ വലിയ ദുരന്തം. കാരണം ഇവരുടെ അമ്മാവൻ ലക്ഷ്മണയുടെ ചായക്കടയായിരുന്നു ഈ ഭാഗത്ത് ഉണ്ടായിരുന്നത്. ആ ചായക്കട പൂർണ്ണമായി തന്നെ പോയി. ലക്ഷ്മണയും ഭാര്യയും അടക്കം ആ കുടുംബത്തിൽ ഈ ജഗന്നാഥും അടക്കം ആ കുടുംബത്തിൽ ഏതാണ്ട് 5 പേരാണ് ഈ ദുരന്തത്തിൽ അപ്പാടെ ഇല്ലാതായത്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. 5 ദിവസം കൂടി നടക്കുമെന്നതാണ് ഈ കുടുംബത്തോട് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ ഇവിടുത്തെ ഒരു കാഴ്ച നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡ്രഡ്ജിങ് ഇവിടെ നടക്കുന്നുണ്ട്, ആ ഭാഗത്തായി നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഡൈവിങ്ങും ഈ മേഖലയിൽ, അതായത് ലക്ഷ്മണയുടെ ചായക്കടയോട് ചേർന്ന് നടക്കുന്നുണ്ട്. ഈ തെരച്ചിൽ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നീളൂ. അർജുൻ്റെ മൃതദേഹത്തിൻ്റെ ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഈ തെരച്ചിൽ എത്രത്തോളം ഫലം കാണും എന്ന കാര്യത്തിൽ വലിയ സംശയങ്ങളുണ്ട്. പക്ഷേ അപ്പോൾ പോലും ഈ കുട്ടികൾക്കും ഇതുപോലെ ഇവരുടെ അച്ഛൻ എന്തു പറ്റി എന്ന കാര്യത്തിൽ ഒരു ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. അതൊരു ദുരൂഹമായ ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമായി ഇങ്ങനെ അവശേഷിക്കുന്നത് ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ കഴിയാത്തതാണ്. ആ വേദനയിലേക്ക് ആ കുടുംബം വീണുപോകട്ടെ. അവർക്കും എന്തെങ്കിലും ഒരു സൂചന ഈ ഗംഗാവലി പുഴ നൽകട്ടെ. അത് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം ഈ കുട്ടികളോടൊപ്പം തന്നെ. വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ഗംഗാവലി തീരത്ത് നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. തൻ്റെ മാതാപിതാക്കൾക്കും ഒക്കെ എന്ത് സംഭവിച്ചു എന്നറിയാൻ തീർച്ചയായിട്ടും നഷ്ടപ്പെട്ടു പോയവർക്ക് അർഹതയുണ്ട്. അതിനാകട്ടെ കർണാടക സർക്കാരിൻ്റെ തീരുമാനം.